നമസ്കാരം. സർവീസ് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഇന്നലെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്രഖ്യാപനങ്ങൾ നമ്മളും പ്രതീക്ഷിച്ചിരുന്നു. ജനുവരിയിൽ കൊടുക്കേണ്ടുന്ന 2% DA ഇപ്രാവശ്യം കൊടുക്കുമെന്നും ബഡ്ജറ്റിൽ പറയുമെന്നും DA അതിനുശേഷം ബാക്കിയുള്ള തുകയെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ബഡ്ജറ്റിൽ വരും എന്നും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഇത് സംബന്ധമായ വാർത്തകൾ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും സാറ്റലൈറ്റ് ചാനലുകളും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട ചാനലുകൾ തന്നെ ഇത് ചെയ്തിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാർക്ക് വിസ്മയമുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബഡ്ജറ്റിൽ ഒരുപാട് പുതിയ കേരളത്തെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത്. വൻകിട പ്രോജക്റ്റുകൾ, പുതിയ പദ്ധതികൾ, പിന്നെ മെഡിക്കൽ കോളേജുകൾ, ആരോഗ്യരംഗം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കുന്ന 1 ഗഡുവോ 2 ഗഡുവോ DA കൊടുക്കും, ഇപ്രാവശ്യം ഉടനെ കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന മാസം കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന ദിവസം കൊടുക്കും, അല്ലെങ്കിൽ ഇത്രാം തീയതിക്ക് മുമ്പ് കൊടുക്കും എന്നൊരു പ്രഖ്യാപനവും പറയണമായിരുന്നു. മെഡിസെപ്പ് പഠിക്കും എന്ന് പറഞ്ഞു, അത് സന്തോഷമുള്ള കാര്യം. പങ്കാളിത്ത പെൻഷൻ, മിനിമം പങ്കാളിത്ത പെൻഷൻ എന്നുള്ള നിലയിലേക്ക് മാറ്റും, അതുമൊക്കെ സർവീസ് സംഘടനകൾ സമ്മതിക്കുന്ന കാര്യമാണ്. 10% എന്നുള്ള 14% ആക്കിയാൽ മതി എന്നൊരു ചർച്ച അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം കമ്മിറ്റിയുണ്ട്, അത് തുടരും. അതെല്ലാം പക്കയായി പറഞ്ഞു പോയി. പക്ഷെ പറഞ്ഞു പോകുമ്പോൾ ഈ DAയും DRനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി പറയണമായിരുന്നു ഇന്നലെ. പിന്നെ അതിനുശേഷം അത് വലിയ തർക്കവും വിവാദമൊക്കെ ആയി. അപ്പോൾ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ഇത് ഉയർത്തിക്കൊണ്ട് വന്നു. അപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതും, കഴിഞ്ഞ ഗവൺമെൻറ് അല്ലേ ഇതിന് ബാധ്യത ഉണ്ടായിരുന്നത്, ഉമ്മൻചാണ്ടിയുടെ കാലത്തല്ലല്ലോ, കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ ബാധ്യതയല്ലേ, അത് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ അവകാശമില്ല. ശരിയാണ്, പ്രതിപക്ഷത്തിന് അവർ 10 വർഷം ഇരുന്നതിന് ശേഷം 10 വർഷം കൊടുക്കാതിരുന്നിട്ട് 10ാം വർഷത്തിൻ്റെ അവസാന വർഷത്തിൽ ഒരു ഉത്തരവ് ഇറക്കി പോയിട്ട് പിന്നെ അടുത്ത ഗവൺമെൻറ് വന്ന് 30 ദിവസത്തിനകത്ത് കൊടുക്കാത്ത എന്തെന്ന് ചോദിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനില്ല എന്ന് ഭരണപക്ഷം പറയുന്നത് കറക്റ്റാണ്. പക്ഷേ പത്രക്കാരും മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഗവൺമെൻറ് തുടർച്ചയല്ലേ, സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ ഗവൺമെൻറ്റിനെ കൊണ്ടുവരുന്നതിൽ പങ്കുണ്ടല്ലോ. പോസ്റ്റൽ വോട്ടിലൊക്കെ അങ്ങനെ സംഭവിച്ചല്ലോ. ധാരാളം വോട്ടാണല്ലോ പോസ്റ്റൽ വോട്ടിലൊക്കെ ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായി UDFന് ലഭിച്ചത്. 102 സീറ്റ് UDFന് കിട്ടുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്കും ചെറുതല്ലാത്ത വളരെ വലിയ റോൾ നിർവഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം സർക്കാർ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് 100% കറക്റ്റാണ്. അവിടെ ഒരു നിരാശയുടെ അംശമുണ്ട്. അത് തീർച്ചയായിട്ടും അംശം മാത്രമല്ല, നിരാശയുണ്ട്. അത് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ചിന്തിക്കണമായിരുന്നു. ധനകാര്യ വകുപ്പ് ചിന്തിക്കണമായിരുന്നു. ലീവ് സറണ്ടറിനെ സംബന്ധിച്ചും ചില തർക്കങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായി DA അത് 2% DA എങ്കിലും കൊടുക്കുന്ന ഈ വർഷം ഡ്യൂ ആയിട്ടുള്ള 2026 ജനുവരിയിൽ ഡ്യൂ ആയിട്ടുള്ള DA കൊടുക്കുകയും ബാക്കിയുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കുകയും ചെയ്യണമായിരുന്നു ബഡ്ജറ്റിൽ. ഞങ്ങളുമൊക്കെ അത് നന്നായി പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതിൻ്റെ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു പ്രഖ്യാപനം ബഡ്ജറ്റിൽ കണ്ടില്ല, ഒരു ഡോക്യുമെൻറ്റിലും കണ്ടില്ല. പിന്നെ കൃത്യമായി ഇന്ന് പത്രത്തിൽ വരുമ്പോഴും അതിനെ സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ട്, അല്ലെങ്കിൽ ചാനലുകളിലുമൊക്കെ ഒരു തർക്കം വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ഒരു സംവിധാനത്തിൽ കുറച്ചുകൂടി ഫ്രസ്ട്രേറ്റഡ് ആണ്. അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്രയും വിസ്മയമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വൻകിട പ്രോജക്റ്റുകളൊക്കെ പറയുമ്പോൾ തന്നെ ചീഫ് സെക്രട്ടറി മുതൽ അറ്റൻഡർ വരെയുള്ള ഈ ഉദ്യോഗസ്ഥ സംവിധാനം, ബ്യൂറോക്രസി കൂടെ നന്നായി അകമഴിഞ്ഞ് ഉറക്കമഴിഞ്ഞ് സ്വപ്നം കണ്ട് വലിയ രീതിയിൽ പണിയെടുത്താൽ മാത്രമേ ഇതൊക്കെ ചാലുവാവുകയുള്ളൂ, അല്ലെങ്കിൽ കയറുകയുള്ളൂ. ബാക്കി അല്ലാതെ കുറച്ച് പേരെ വച്ച് മാത്രം ഇതൊന്നും കയറുകയില്ല. എല്ലാ സർക്കാർ വരുമ്പോഴും കാലാകാലങ്ങളിൽ മനോഹരമായ പദ്ധതികൾ പറയും, വലിയ ബഡ്ജറ്റുകൾ പറയും. നമ്മൾ ഹരിത ബഡ്ജറ്റ്, തോമസ് ഐസക് ഒരിക്കൽ അവതരിപ്പിച്ച ബഡ്ജറ്റാണ് ഹരിത ബഡ്ജറ്റ്. എന്ത് ഹരിതം ഇവിടെ ഉണ്ടായി? ജെൻഡർ ന്യൂട്രൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ വനിതകൾക്ക് വേണ്ടിയുള്ള ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ഹരിത ബഡ്ജറ്റ്, ഗ്രീൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഒന്നും സംഭവിച്ചില്ല കേരളത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ 5-5.5 ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥരും പെൻഷൻ പറ്റിയവരായിട്ടുള്ള കുറേ അധികം ആളുകളുമുണ്ട്. അവരെ കണ്ണടച്ച് കണ്ടില്ല എന്ന് പറഞ്ഞ് പോകാനാകില്ല. 100% അവരുടെ പ്രശ്നം പരിഹരിക്കണം. സുഭാഷിതം ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണ്, ഉദ്യോഗസ്ഥരുടെ പക്ഷത്താണ്. ഞങ്ങളും ഈ പറയുന്ന ശരിയായ ഇപ്പോൾ 30 ദിവസമായിട്ടുള്ള ഗവൺമെൻറ് വന്നിട്ട്, ദാറ്റ്സ് ഓക്കെ. ഒരു കറക്റ്റീവ് സമയത്തിന് ചെറിയ പീരീഡാണ്. 10 വർഷമുണ്ടായ ബാധ്യത തീർക്കാൻ സമയം വേണം എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് തികച്ചും ന്യായമാണ്. അത് ഉദ്യോഗസ്ഥർ വിശ്വസിക്കും. പക്ഷേ കൊടുക്കാത്തതിൻ്റെ, ഗഡുക്കൾ തരാത്തതിൻ്റെ ഉത്തരവാദിത്വവും പിന്നെ ഇനിയിപ്പോൾ പോയി പ്രതിപക്ഷത്തിനടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഭരണത്തിലില്ല.
എപ്പോഴും സർക്കാരോട് തുടർച്ചയാണ്. പ്രതിപക്ഷത്തിന് ചോദിക്കാൻ ഇനി പറ്റില്ല. ഇനി ചോദിക്കാൻ പറ്റുന്നത് മുഖ്യമന്ത്രിയോടും ഭരണപക്ഷത്തോടുമാണ്. അവർ ചോദിക്കാതെ തന്നെ അവർക്കാവശ്യമായ നടപടികൾ കൊടുക്കുക എന്നുള്ള വളരെ കൃത്യമായ ഒരു പ്രവർത്തനം ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അത് തീർച്ചയായും ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ DAയും DR സംബന്ധിച്ചുള്ള കൃത്യമായ പ്രഖ്യാപനം ഉണ്ടായില്ല എന്നുള്ളത് ഒരു വിഷമവൃത്തത്തിൽ തന്നെയാണ്. അത് ഉണ്ടാകേണ്ടിയിരുന്നു. ഇനിയും സപ്ലിമെൻ്ററി ചർച്ചകൾ വരുന്നുണ്ട്. ബഡ്ജറ്റിൻ്റെ ചർച്ചയുണ്ട് അടുത്ത ദിവസങ്ങളിൽ. മാത്രമല്ല MLA-മാർക്ക് ഓരോരുത്തർക്കും അവരവരുടെ മണ്ഡലത്തിലേക്ക് കൊടുത്ത പണത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, റീഅഡ്ജസ്റ്റ്മെൻറ്റ്, ഒരുപാട് ഉപധനാഭ്യർത്ഥനകളൊക്കെ ഇനി വരും. അതെല്ലാം വരുമ്പോൾ തീർച്ചയായിട്ടും DA ആൻഡ് DR എന്ന് കൊടുക്കും എന്നുകൂടി, എത്ര ശതമാനം എന്ന് കൊടുക്കും എന്നുള്ളത് കൂടി വളരെ കൃത്യമായി അവതരിപ്പിച്ചാൽ ഇത് കുറച്ചുകൂടി മേമ്പൊടി ഉണ്ടാകും. അത് കുറച്ചുകൂടി നന്നായിരിക്കും, മധുരകരമായിരിക്കും. ബാക്കി പല കാര്യങ്ങളിലും ജനങ്ങൾക്ക് വലിയ സന്തോഷവും വ്യവസായികത്തിൻ്റെ ആളുകളും സിനിമാ ലോകത്തുള്ള ആളുകളൊക്കെ രണ്ട് കൈ നീട്ടിയാണ് ഈ ബഡ്ജറ്റിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടിയൊക്കെ വളരെ വലിയ സിനിമ ചിത്രശാല വരുന്നതും സിനിമ സിറ്റി വരുന്നതും ഫിലിം സിറ്റി വരുന്നതും അതുപോലെ തന്നെ സലിം കുമാറിന് സ്മാരകം വരുന്നതും അങ്ങനെ പിന്നെ സിനിമയെ ഇൻഡസ്ട്രി ആക്കും എന്നുള്ളതും അതുപോലെ തന്നെ ടൂറിസം ഇൻഡസ്ട്രി ആക്കും എന്നൊക്കെ പറയുന്ന വളരെ വലിയ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. പക്ഷേ അതൊക്കെ വരുമ്പോൾ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ കൂടി മറന്നു പോകരുത്. അവർ ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ നട്ടെല്ലാണ്.